കായംകുളം കായലിന് തീരത്ത് പുറം ലോകം അധികം അറിയാത്ത ഒരു കൊച്ചു ഗ്രാമമുണ്ട്, വെള്ളിമംഗലം. പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി ഗ്രാമം മാത്രമാണിത്. എന്നാൽ സൂര്യൻ അസ്തമിച്ച് കായലിന് മുകളിൽ ഇരുട്ട് വീഴുന്നതോടെ ഈ നാടിൻ്റെ മുഖം പൂർണ്ണമായും മാറും. ഇരുണ്ട നിറങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ഡാർക്ക് സിനിമാറ്റിക് ഫ്രെയിം പോലെ കറുത്ത കോടമഞ്ഞും അന്ധകാരവും ഈ ഗ്രാമത്തെ വിഴുങ്ങും. എപ്പോഴും കാറ്റിൽ തങ്ങി നിൽക്കുന്ന ഉണക്കമീനിൻ്റെയും പായലിൻ്റെയും ഗന്ധം, രാത്രിയുടെ ശ്മശാന മൂകതയിൽ കായൽ തിരമാലകൾ കരയോട് എന്തോ രഹസ്യം മന്ത്രിക്കുന്ന പോലുള്ള ശബ്ദം, ആകാശത്തേക്ക് കൈകൾ വിരിച്ചു നിൽക്കുന്ന ഭീമാകാരനായ തെങ്ങോലകളുടെ നിഗൂഢമായ ഇളകിയാട്ടം, ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാളിലും വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് രാത്രികളിൽ വെള്ളിമംഗലത്തിന്. ഈ ഗ്രാമത്തിലെ ഓരോ മണൽത്തരിക്കും പറയാൻ രക്തം മരവിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന തോമസ് എന്ന തോണിക്കാരൻ്റെ കഥ. പകൽ സമയത്ത് ശാന്തമെന്ന് തോന്നിക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ഉറക്കം കെടുത്തുന്നത് തോമസിൻ്റെയും അവൻ്റെ പഴയ തോണിയുടെയും ഭയാനകമായ ഓർമ്മകളാണ്. കാലമെത്ര കഴിഞ്ഞിട്ടും കായലിൻ്റെ ഇരുണ്ട ആഴങ്ങളിൽ എവിടേക്കോ മറഞ്ഞു കിടക്കുന്ന ആ ദൃശ്യ സാന്നിധ്യം ഈ തീരത്തെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാപം പോലെ തോമസിൻ്റെ ഓർമ്മകൾ ഇന്നും ആ കായൽക്കാറ്റിൽ അലഞ്ഞു നടപ്പുണ്ട്. വെള്ളിമംഗലം ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം തോമസിൻ്റെ തോണിയായിരുന്നു ഒരു കാലത്ത് ആ കായലിൻ്റെ ഹൃദയം. അതിരാവിലെ കോടമഞ്ഞ് മാറുന്നതിന് മുമ്പ് തന്നെ മീനിനായി കായലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതും സന്ധ്യ മയങ്ങുമ്പോൾ നിറയെ മത്സ്യങ്ങളുമായി മടങ്ങി വരുന്നതും ഗ്രാമവാസികൾക്ക് ഒരു പതിവ് കാഴ്ചയായിരുന്നു. എപ്പോഴും ധരിക്കുന്ന മുഷിഞ്ഞ ഒരു കുപ്പായവും വിയർപ്പും മീൻചോരയും പുരണ്ട പഴയൊരു തൊപ്പിയുമായിരുന്നു തോമസിൻ്റെ വേഷം. കായലിൻ്റെ ഓരോ സ്പന്ദനവും കാറ്റിൻ്റെ ഓരോ ഗതിമാറ്റവും അവന് മനഃപ്പാടമായിരുന്നു. കായലിനെ അവൻ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ജീവന് തുല്യം സ്നേഹിച്ച ആ കായൽ തന്നെ ഒരു നാൾ ചതിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കറുത്ത രാത്രി. അന്ന് പതിവിലും ഇരുട്ടായിരുന്നു. അപ്രതീക്ഷിതമായി എവിടെ നിന്നോ ആഞ്ഞു വീശിയ ഒരു കൊടുങ്കാറ്റിൽ ശാന്തമായിരുന്ന കായൽ പെട്ടെന്ന് ഇളകിമറിഞ്ഞു. അതുവരെ ശാന്തമായിരുന്ന വെള്ളം ഒരു രാക്ഷസ രൂപം പൂണ്ടതുപോലെ അലറാൻ തുടങ്ങി. ഇരുളിൽ ആർത്തുലച്ചു വന്ന ഭീമാകാരമായ തിരമാലകൾ തോമസിൻ്റെ കൊച്ചു തോണിയെ ഒരു 12 വണ്ണം വട്ടം കറക്കി. ജീവൻ രക്ഷിക്കാനായി കരയ്ക്കെത്താൻ അവൻ സർവ്വശക്തിയുമെടുത്ത് തുഴഞ്ഞെങ്കിലും പ്രകൃതിയുടെ ആ സംഹാര താണ്ഡവത്തിന് മുന്നിൽ അവൻ തീർത്തും നിസ്സഹായനായി തീർന്നിരുന്നു. മിന്നൽ പിണറുകൾ ആകാശത്തെ കീറിമുറിച്ച ഭയാനകമായ നിമിഷത്തിൽ വലിയൊരു തിരമാല വന്ന് ആ തോണിയിൽ ആഞ്ഞിടിച്ചു. തോണി മറിഞ്ഞു. തോമസ് ആ കറുത്ത വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. അവൻ്റെ അവസാനത്തെ നിലവിളി ആ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ എങ്ങോട്ടോ ലയിച്ചുപോയി. തോമസിനെയും അവൻ്റെ തോണിയെയും ആ ഇരുണ്ട കായൽ എന്നേക്കുമായി വിഴുങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കായൽ പഴയതുപോലെ ശാന്തമായിരുന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. ഗ്രാമവാസികൾ കായലിലാകെ തിരഞ്ഞെങ്കിലും തോമസിൻ്റെ ശരീരമോ തോണിയുടെ ഒരു കഷ്ണമോ പോലും അവർക്ക് കണ്ടുകിട്ടിയില്ല. അന്നവൻ ആഴങ്ങളിലേക്ക് മറിഞ്ഞെങ്കിലും അവൻ്റെ കഥ അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. മറിച്ച് വെള്ളിമംഗലത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു ഭയാനകമായ അധ്യായത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. തോമസിൻ്റെ മരണം ആ ഗ്രാമത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അവൻ്റെ ശരീരം ഒരിക്കലും കണ്ടു കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ദുർമരണത്തിൽ അവൻ്റെ ആത്മാവിന് മോക്ഷം ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ഉറച്ച് വിശ്വസിച്ചു. വെളിച്ചമില്ലാത്ത അമാവാസി രാത്രികളിൽ കായലിൻ്റെ നടുവിലായി ഒരു തോണിയുടെ നിഴൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് പലരും ഭയത്തോടെ പറഞ്ഞു തുടങ്ങി. പഴയ മുഷിഞ്ഞ കുപ്പായവും ആ വിയർപ്പ് നാറ്റമുള്ള തൊപ്പിയും ധരിച്ച് ശൂന്യമായ കണ്ണുകളോടെ തോമസിൻ്റെ പ്രേതം ഇന്നും ആ കായലിലൂടെ തൻ്റെ തോണി തുഴയുന്നുണ്ടെന്ന കഥകൾ വെള്ളിമംഗലത്ത് പാട്ടായി. കായലിലേക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ ഗ്രാമവാസികൾക്ക് മരണഭയമായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. 1995 ഒരു മഴക്കാലം. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അരവിന്ദൻ എന്ന യുവാവ് തൻ്റെ മുത്തശ്ശനിൽ നിന്നാണ് തോമസിൻ്റെ പ്രേതത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഈ കഥകൾ ആദ്യമായി കേൾക്കുന്നത്. കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പേടി തോന്നിയെങ്കിലും ഇരുളടഞ്ഞ ആ കായലിനോടും തോമസിൻ്റെ കഥയോടും അവനെന്തോ അജ്ഞാതമായൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. ആ ഭീകരതയുടെ സത്യം അറിയാൻ അവൻ്റെ മനസ്സ് എപ്പോഴും തുടിച്ചു. അരവിന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു രാജേഷ്. പ്രൊഫഷണലായി ഒരു ഫോട്ടോഗ്രാഫറായ രാജേഷിന് പ്രേതത്തിലോ അമാനുഷിക ശക്തികളിലോ
ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. ക്യാമറയിൽ ലെൻസുകളുമായി നടക്കുന്ന അവന് ഇരുൾ മൂടിയ കായലിൻ്റെ രാത്രി ദൃശ്യങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്താൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അരവിന്ദനെ വിളിച്ചു. നിന്റെ മുത്തശ്ശൻ്റെ കഥകൾ വെറും പൊള്ളയാണ്. ആ കായലിൽ അങ്ങനൊരു പ്രേതവുമില്ല. എനിക്ക് ആ കായലിൻ്റെ രാത്രി ദൃശ്യങ്ങൾ പകർത്തണം. ധൈര്യമുണ്ടെങ്കിൽ നമുക്കിന്ന് രാത്രി അവിടെ പോയി ഫോട്ടോ എടുക്കാം. ആ വെല്ലുവിളി അരവിന്ദൻ്റെ ഉള്ളിൽ ഭയത്തോടൊപ്പം ചെറിയൊരു ആവേശവും നിറച്ചു. രാജേഷിൻ്റെ അമിതമായ ധൈര്യം അവനെയും സ്വാധീനിച്ചു. അവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ അവൻ ശ്രമിച്ചു. ഒടുവിൽ ആ ഇരുട്ടിൽ തങ്ങളെ കാത്തിരുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ആ കറുത്ത രാത്രിയിൽ ഒരു കൊച്ചു തോണി വാടകയ്ക്കെടുത്ത് കായലിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. രാജേഷിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് രാത്രി തന്നെ അവർ ഒരു ചെറിയ തോണി വാടകയ്ക്കെടുത്തു. രാജേഷിൻ്റെ പ്രിയപ്പെട്ട ക്യാമറയും വലിയൊരു ടോർച്ചും ഒരു കുപ്പിവെള്ളവുമായി അവർ കായലിലേക്ക് ഇറങ്ങി. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ആകാശം ഇരുണ്ട് കറുത്തിരുന്നു. ചെറിയ മഴത്തുള്ളികൾ കായലിൻ്റെ മുഖത്ത് ശബ്ദമില്ലാതെ വട്ടങ്ങൾ തീർത്തുകൊണ്ടിരുന്നു. തണുത്ത കാറ്റിൽ അവരുടെ തോണി പതുക്കെ കായലിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങി. തോണി കായലിൻ്റെ കൃത്യം നടുവിലെത്തിയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത അവരെ പൊതിഞ്ഞു. രാജേഷ് ആവേശത്തോടെ ആ ഇരുണ്ട ചുറ്റുപാടുകൾ തൻ്റെ ക്യാമറയിൽ പകർത്താൻ തുടങ്ങി. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് മാത്രം ആ കൂരിരുട്ടിൽ ഇടവിട്ട് മിന്നിത്തിളങ്ങി. ചുറ്റും തങ്ങളുടെ തോണിയുടെ തുഴച്ചിലിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. എന്നാൽ പെട്ടെന്ന് കായലിൻ്റെ അന്തരീക്ഷം വല്ലാതെ മാറുന്ന പോലെ അരവിന്ദന് തോന്നി. ഇതുവരെ ഇല്ലാതിരുന്ന ഐസ് പോലൊരു കൊടും തണുപ്പ് അവരെ വലയം ചെയ്തു തുടങ്ങി. പെട്ടെന്ന് അരവിന്ദൻ്റെ കണ്ണുകൾ കായലിൻ്റെ ദൂരെ എവിടെയോ ഉടക്കി. കോടമഞ്ഞിലൂടെ ദൂരെ നിന്നും മറ്റൊരു തോണിയുടെ നിഴൽ അവരുടെ നേർക്ക് പതുക്കെ വരുന്നു. രാജേഷ്, അത് നോക്ക്! അവൻ ഭയത്തോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. രാജേഷ് ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ആ ഭാഗത്തേക്ക് തിരിച്ചു. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ ഇരുട്ടല്ലാതെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നിന്റെ വെറും തോന്നലാണ് അരുൺ. മുത്തശ്ശി കഥ കേട്ട് പേടിച്ചിട്ടാ അവിടെ ഒന്നുമില്ല. രാജേഷ് അവനെ നോക്കി ഉറക്കെ ചിരിച്ചു. പക്ഷേ അരവിന്ദൻ്റെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം മാറ്റിയതും അവൻ വീണ്ടും അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ വളരെ പഴയൊരു തോണി അവർ കരിയിലേക്ക് വരുന്നത് അവൻ വ്യക്തമായി കണ്ടു. ആ തോണിയിൽ ഒരു മനുഷ്യരൂപം ഇരിപ്പുണ്ടായിരുന്നു. മുഷിഞ്ഞ കുപ്പായവും തലയിലൊരു വിയർപ്പുനാറ്റമുള്ള തൊപ്പിയും ധരിച്ച ഒരു കൊടിയ രൂപം. തോമസ്! അരവിന്ദൻ്റെ തൊണ്ടയിൽ നിന്നും ഭയത്തോടെ ആ പേര് പുറത്തു വന്നു. ആ നിമിഷം രാജേഷിൻ്റെ മുഖത്തെ ചിരിവാഞ്ഞു. മരണത്തിൻ്റെ കൊടും തണുപ്പ് ഒരു തോണിയേറി അവരുടെ തൊട്ടരികിലെത്തിയിരിക്കുന്നു. അരവിന്ദൻ്റെ മുഖത്തെ അസാധാരണമായ ഭയം കണ്ട് രാജേഷ് തൻ്റെ ക്യാമറ ആ നിഴൽ രൂപത്തിന് നേരെ തിരിഞ്ഞു. ക്യാമറയുടെ വ്യൂ ഫ്രണ്ട്സിലൂടെ ആ രൂപത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ രാജേഷിൻ്റെ സിരകളിൽ രക്തം ഐസ് പോലെ മരവിച്ചുപോയി. ആ ലെൻസിലൂടെ ആ രൂപത്തിൻ്റെ മുഖം വ്യക്തമായിരുന്നു. വിളറിയ ഒരു മനുഷ്യൻ്റെ രൂപം. പക്ഷേ കണ്ണുകൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ശൂന്യമായ 2 വലിയ ഇരുണ്ട കുഴികൾ മാത്രം. അത് തോമസിൻ്റെ പ്രേതമായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആ പ്രേതത്തോണി അവരുടെ അടുത്തേക്ക് അതിവേഗം പാഞ്ഞു വന്നു. അതുവരെ ശാന്തമായിരുന്ന കായലിൽ അപ്രതീക്ഷിതമായി വലിയ തിരകൾ ആർത്തൊലിച്ചു വന്നു. കൊടുങ്കാറ്റിൽ എന്ന പോലെ അവരുടെ തോണി ഭയാനകമായി ആടി ഉലയാൻ തുടങ്ങി. നിന്റെ മുത്തശ്ശൻ പറഞ്ഞത് സത്യമായിരുന്നു. മരണഭയത്തോടെ രാജേഷ് അലറിക്കരഞ്ഞു. ആ പ്രാണഭയത്താൽ വിറയ്ക്കുന്ന കൈകളോടെ അരവിന്ദൻ തൻ്റെ ടോർച്ച് ആ രൂപത്തിന് നേരെ ഉയർത്തി. ടോർച്ചിൻ്റെ ശക്തമായ വെളിച്ചം ആ ഭീകരരൂപത്തിന് മേൽ പതിച്ചതും തോണി ഉൾപ്പെടെ ആ രൂപം ഒരു കറുത്ത പുക പോലെ വായുവിൽ അപ്രത്യക്ഷമായി. കാറ്റും കോളും അടങ്ങി കായൽ വീണ്ടും പഴയതുപോലെ ശാന്തമായി. പക്ഷേ ഭയം അവസാനിച്ചിരുന്നില്ല. തങ്ങളുടെ തോണിയുടെ ഒരറ്റത്ത് അതാ കിടക്കുന്നു വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പായൽ പിടിച്ച ഒരു മുഷിഞ്ഞ തൊപ്പി. വിറയ്ക്കുന്ന കൈകളോടെ രാജേഷ് ആ തൊപ്പിയെടുക്കാൻ ശ്രമിച്ചതും ചുഴലിക്കാറ്റ് പോലെ ഐസുള്ള ഒരു കൊടും തണുപ്പ് അവരെ വലയം ചെയ്തു. ആ തണുത്ത കാറ്റിൽ ഇരുവരുടെയും ചെവികളിൽ അങ്ങേയറ്റം ഭയാനകമായൊരു മന്ത്രണം മുഴങ്ങിക്കേട്ടു. എൻ്റെ തോണി തിരികെത്താ. ഒരു നിമിഷം പോലും വൈകാതെ ജീവനും കൊണ്ട് അവർ തീരത്തേക്ക് സർവ്വശക്തിയും എടുത്ത് തുഴഞ്ഞു. എങ്ങനെ തീരത്തെത്തിയെന്ന് അവർക്ക് തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അന്നത്തെ ആ ഭയാനകമായ രാത്രിക്ക് ശേഷം അരവിന്ദനും രാജേഷും ആ അനുഭവം ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം
രാജേഷ് തൻ്റെ ക്യാമറയിലെ ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്തപ്പോൾ അവൻ ഞെട്ടിത്തരിച്ചുപോയി. അന്നെടുത്ത ഫോട്ടോകളിൽ ഒന്നിൽ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശൂന്യമായ കണ്ണുകളോടെ അവരെ തുറച്ചു നോക്കി തോണിയിലിരിക്കുന്ന തോമസിൻ്റെ പ്രേതരൂപം വളരെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും വെള്ളിമംഗലത്തെ കായൽ തീരത്ത് ചന്ദ്രനില്ലാത്ത രാത്രികളിൽ തോണിക്കാരൻ്റെ പ്രേതം ഇപ്പോഴും തോണിയുമായി വരുന്നുണ്ടെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നും അവർ പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഒരേ ഒരു ഉപദേശം ഇതാണ്: കായലിൽ രാത്രി ഒറ്റയ്ക്ക് പോരുത്. തോമസ് നിന്റെ തോണി തേടി വരും. കോട്ടയം ജില്ലയിലെ പാല പച്ചപ്പണിഞ്ഞ അതിമനോഹരമായൊരു ഗ്രാമം. എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് മലനിരകളുടെ താഴ്വരകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ റബ്ബർ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആരുടെയും ഉള്ളിലൊരു ഭയം നിറയും. പണ്ടേതോ ബ്രിട്ടീഷ് സായിപ്പിൻ്റെ സ്വന്തമായിരുന്ന ഒരു എസ്റ്റേറ്റ് ഇന്ന് ഗ്രാമവാസികളുടെ കൈകളിലാണ്. വെറുമൊരു തോട്ടമല്ല അത്. പകൽ വെളിച്ചത്തിൽ പോലും സൂര്യകിരണങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം ഭീമാകാരമായ റബ്ബർ മരങ്ങൾ പന്തലിച്ച് നിൽക്കുന്ന ഒരിടം. പുറമേ കാണുന്ന ശാന്തതയ്ക്ക് പിന്നിൽ ഉറങ്ങിക്കിടക്കുന്നത് ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഭീതിദത്തമായ ഒരു ചരിത്രമാണ്. അതിരാവിലെ അവിടെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ പലപ്പോഴും ഉച്ചയാകുമ്പോൾ കൂട്ടത്തോടെ തിരികെ പോരും. എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും ആ ഉച്ചനേരത്ത് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ആരും ധൈര്യപ്പെടാറില്ല. കാറ്റിൽ ഉണങ്ങിയ റബ്ബറിലകൾ പൊഴിയുന്ന ശബ്ദത്തിനോടൊപ്പം ആരും അറിയാത്ത വലിയൊരു രഹസ്യം ആ മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ആ ഗ്രാമത്തിലെ പഴമക്കാർ എപ്പോഴും ഭയത്തോടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഉച്ചയ്ക്ക് കൃത്യം 12:30 ആ തോട്ടത്തിൽ വീശുന്ന കാറ്റ് സാധാരണമല്ല. അതൊരു പിശാചിൻ്റെ ശ്വാസമാണ്. ആ കാറ്റിന് മനുഷ്യരക്തത്തിൻ്റെ ഗന്ധമുണ്ട്. 1976 കൊടും തണുപ്പുള്ള ഒരു വേനൽക്കാലം. സൂര്യൻ ആകാശത്ത് ഒരു അഗ്നിഗോളം പോലെ കത്തി നിന്നിട്ടും ആ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഇരുട്ടും വല്ലാത്തൊരു തണുപ്പും തളം കെട്ടി നിന്നിരുന്നു. ഗ്രാമത്തിലെ 45 വയസ്സുകാരനായ കുഞ്ഞപ്പൻ എന്ന സാധാരണ റബ്ബർ തൊഴിലാളി തൻ്റെ ദൈനംദിന ജോലിക്കായി അന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. ഉച്ചമയക്കത്തിൻ്റെ സമയത്ത് തോട്ടത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന അവനെ ഭാര്യ മറിയാമ്മ ഭയത്തോടെ തടഞ്ഞു. ഉച്ചയ്ക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണ്ട. ആ തോട്ടത്തിലെ കഥകൾ വെറുതെ നുണയല്ല. ആ സമയത്ത് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞപ്പൻ അത് കേട്ട് ചിരിച്ചു തള്ളി. അതൊക്കെ വെറും പഴം കഥകളല്ലേ മറിയാമേ. കാറ്റടിക്കുമ്പോൾ മരങ്ങൾ അനങ്ങുന്നത് കണ്ടിട്ട് ആളുകൾ വെറുതെ പറയുന്നതല്ലേ. ഞാൻ വേഗം പോയി വരാം. റബ്ബർ പാൽ ശേഖരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും കൂർത്ത ചെറിയൊരു കത്തിയുമായി അവൻ നടന്നു നീങ്ങി. എന്നാൽ തോട്ടത്തിൻ്റെ പ്രവേശന കവാടം കടന്നപ്പോൾ തന്നെ കുഞ്ഞപ്പന് അസാധാരണമായൊരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. പതിവായി കേൾക്കുന്ന പക്ഷികളുടെ ചിലക്കലുകളോ കാറ്റിൽ ഇലകളുടെ മർമ്മരമോ അവിടെ ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ശ്മശാന മൂകത. ഇരുണ്ട നിറമുള്ള വലിയ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിന് ഒരു പ്രേതലോകത്തെ മങ്ങിയ വെളിച്ചത്തിൻ്റെ ഭീകരതയുണ്ടായിരുന്നു. കരിയിലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ സ്വന്തം കാൽപരിമാറ്റം കേട്ട് അവൻ തന്നെ ഞെട്ടി. ഓരോ കാൽവെപ്പിലും അവൻ അറിയാതെ തന്നെ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. മരങ്ങൾക്കിടയിലെ ആ കുരിരുട്ടിൽ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് എന്തോ ഒന്ന് പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. കുഞ്ഞപ്പൻ നടന്ന് തോട്ടത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തെത്തിയപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞിരുന്നു. പുറത്ത് പൊള്ളുന്ന വേനൽ ചൂടാണെങ്കിലും ആ മരങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി അസാധാരണമാവിധം തണുത്ത കാറ്റ് വീശി തുടങ്ങി. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല. ജീവനില്ലാത്ത മനുഷ്യൻ്റെ ദീർഘനിശ്വാസം പോലെയുള്ള അങ്ങേയറ്റം ഈർപ്പമുള്ള ഒന്ന്. ആ തണുപ്പ് കുഞ്ഞപ്പൻ്റെ സിരകളിൽ ഭയം നിറച്ചു തുടങ്ങി. കാറ്റില്ലാതെ തന്നെ ചുറ്റുമുള്ള റബ്ബർ മരങ്ങളിലെ ഇലകൾ ഭയാനകമായി ഇളകി ആടാൻ തുടങ്ങി. കുഞ്ഞപ്പൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഇതെന്താണ്? ഈ കൊടിച്ചൂടിൽ ഇത്രയും തണുപ്പോ? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സ്വയം പിറുപിറുത്തു. ശ്വാസം എടുക്കാൻ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ആ കാറ്റിനൊപ്പം ദൂരെ നിന്നും ഒരു സ്ത്രീയുടെ നേർത്ത അലർച്ച ഒഴുകിയെത്തി. അത് കാറ്റിൻ്റെ മൂളലാണോ അതോ ആരെങ്കിലും കരയുന്നതാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മരവിച്ച കാലുകളോടെ ഭയപ്പാടോടെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട് അവൻ്റെ രക്തം ഐസ് പോലെ മരവിച്ചു പോയി. കുറച്ചകലെയായി 2 വലിയ റബ്ബർ മരങ്ങൾക്കിടയിൽ ഒരു രൂപം നിൽപ്പുണ്ടായിരുന്നു. കാറ്റിൽ പാറിപ്പറക്കുന്ന നീണ്ട മുടിയും രക്തയോട്ടമില്ലാത്ത വിളറിയ വെളുത്ത മുഖവും കുഴിഞ്ഞ കണ്ണുകളുള്ളൊരു അമാനുഷിക തിളക്കമുള്ള ഒരു യുവതി. അവൾ കുഞ്ഞപ്പനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു.
അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും ശ്വാസമൊന്നും വരുന്നില്ല. പകരം ആ തണുത്ത കാറ്റിലൂടെ അവളുടെ ശബ്ദം കുഞ്ഞപ്പൻ്റെ ചെവികൾക്ക് നേരെ ഒഴുകിയെത്തി. നിന്റെ രക്തം എനിക്ക് വേണം, പ്രതികാരം. ആ നിമിഷം താൻ കേട്ട മുത്തശ്ശി കഥകൾ വെറും കഥകളല്ലെന്നും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്നും കുഞ്ഞപ്പൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം കുഞ്ഞപ്പൻ്റെ ഓർമ്മകളിലേക്ക് ഗ്രാമത്തിലെ ആ പഴയ കഥ ഒരു മിന്നൽ പോലെ ഇരച്ചെത്തി. 1920കളിൽ ആ തോട്ടത്തിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ലക്ഷ്മി എന്ന യുവതി. സ്വന്തം കാമുകൻ്റെ വീട്ടുകാർ ചതിയിൽപ്പെടുത്തി അവളെ തോട്ടത്തിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത് ചോര മണ്ണിലൊഴുക്കി എന്നാണ് വിശ്വാസം. അന്നു മുതൽ ഉച്ചനേരങ്ങളിൽ ഒറ്റയ്ക്ക് തോട്ടത്തിൽ വരുന്ന പുരുഷന്മാരെ തേടി അവൾ അടങ്ങാത്ത പകയുമായി കാറ്റായി വരുമത്രേ. താൻ കേട്ടതൊന്നും വെറും കഥകളല്ലെന്ന് കുഞ്ഞപ്പൻ തിരിച്ചറിഞ്ഞു. ആ ജീവനും കൊണ്ട് അവൻ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കാലുകൾ ആ തോട്ടത്തിലെ മണ്ണിൽ ആഴത്തിൽ പൂണ്ടുപോയതുപോലെ അനക്കാനായില്ല. ആ തണുത്ത കാറ്റ് ഒരു ചുഴലിയായി അവനെ വരിഞ്ഞു മുറുക്കി. ഭയത്താൽ വിറങ്ങലിച്ചു പോയ കുഞ്ഞപ്പൻ്റെ കാഴ്ചയിൽ ചുറ്റുമുള്ള പ്രകൃതിയുടെ നിറങ്ങൾ പെട്ടെന്ന് മാറുന്ന പോലെ തോന്നി. ഇരുണ്ട പശ്ചാത്തലത്തിൽ ചുറ്റുമുള്ള റബ്ബർ മരങ്ങളിലെ പച്ച ഇരകളെല്ലാം കടും ചുവപ്പ് നിറം, രക്തത്തിൻ്റെ നിറം വ്യാപിക്കുന്നതായി അവൻ കണ്ടു. പെട്ടെന്ന് ആ തോട്ടത്തിലെ ഉണങ്ങിയ ഇലകൾക്കും മണ്ണിൽ നിന്നും വർഷങ്ങൾ പഴക്കമുള്ള രക്തത്തിൻ്റെ തുരുമ്പിച്ച ഗന്ധം ഉയർന്നു വന്ന് അവനെ ശ്വാസം മുട്ടിച്ചു. അപ്പോഴേക്കും ആ അമാനുഷിക രൂപം കാറ്റിലൂടെ ഒഴുകി വന്ന് അവൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു. അവളുടെ കണ്ണുകളിലെ അമാനുഷികമായ തിളക്കം അവനെ മരവിപ്പിച്ചു. ഐസ് പോലുള്ള അവളുടെ മെലിഞ്ഞുണങ്ങിയ കൈകൾ പതിയെ കുഞ്ഞപ്പൻ്റെ കഴുത്തിൽ സ്പർശിച്ചു. ആ തണുപ്പിൽ അവൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ തോന്നി. പകയും ദേഷ്യവും എരിയുന്ന കണ്ണുകളോടെ അവൾ വീണ്ടും പറഞ്ഞു, നീയും അവരെ പോലെയാണ്, നിന്നെ ഞാൻ വിടില്ല. മരണത്തിൻ്റെ കൊടിയ തണുപ്പ് അവൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു. പ്രാണരക്ഷാർത്ഥം കുഞ്ഞപ്പൻ സർവ്വശക്തിയും എടുത്ത് അലറിക്കരഞ്ഞു. ആ കൊടിയ നിലവിളി തോട്ടത്തിൽ മുഴങ്ങിയെങ്കിലും ചുഴലിയായി വീശിയടിച്ച ആ കാറ്റിൻ്റെ ഇരമ്പലിനോട് ചേർന്ന് അത് വായുവിൽ അപ്രത്യക്ഷമായി. ലക്ഷ്മിയുടെ ആത്മാവിൻ്റെ അദൃശ്യമായ തണുത്ത വിരലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അടുത്ത നിമിഷം വെട്ടിയിട്ട വലിയൊരു മരത്തടി പോലെ കുഞ്ഞപ്പൻ്റെ നിശ്ചലമായ ശരീരം ആ റബ്ബർ തോട്ടത്തിൻ്റെ ചുവട്ടിലേക്ക് വീണു. അവൻ്റെ കഴുത്തിൽ അപ്പോൾ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നൊഴുകിയ ചുടിരക്തം ആ റബ്ബർ തോട്ടത്തിലെ ഉണങ്ങിയ മണ്ണിലേക്ക് വീണു. മരണത്തിൻ്റെ ആ അവസാന നിമിഷം കണ്ട കൊടും ഭീകരതയുടെ വിറങ്ങലിച്ച ഭാവം ആ തുറച്ച കണ്ണുകളിൽ അപ്പോഴും മായാതെ കിടപ്പുണ്ടായിരുന്നു. സന്ധ്യമയങ്ങിട്ടും കുഞ്ഞപ്പൻ തിരിച്ചെത്താത്തതുകൊണ്ട് പേടിയോടെ അവനെ തിരിഞ്ഞിറങ്ങിയ ഗ്രാമവാസികളാണ് ഇരുട്ടുവീണ തോട്ടത്തിൽ ആ ശരീരം കണ്ടെത്തിയത്. പരിശോധിച്ച ഡോക്ടർമാർ അത് വെറുമൊരു ഹൃദയാഘാതം മാത്രമാണെന്ന് വിധിയെഴുതി. കഴുത്തിലെ മുറിവ് വീണപ്പോൾ എന്തെങ്കിലും കൂർത്ത മരക്കൊമ്പ് തട്ടി ഉണ്ടായതാണെന്നും അവർ പറഞ്ഞു. പക്ഷേ യഥാർത്ഥ സത്യം ഗ്രാമവാസികൾക്ക് നന്നായി അറിയാമായിരുന്നു. അത് വെറുമൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. ചോരയ്ക്ക് പകരം ചോര ചോദിക്കുന്ന ലക്ഷ്മിയുടെ പ്രതികാരമായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്ന് പാലാ ഗ്രാമത്തിൽ ഉച്ചനേരത്ത് ആ റബ്ബർ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ നാട്ടുകാരുടെ ഉള്ളിലൊരു വിറയൽ പടരും. ഉച്ചമയക്കത്തിന് നേരത്ത് ആ വഴി പോകുന്നവർ പേടിയോടെ വേഗത കൂട്ടും. കാരണം മനുഷ്യരക്തത്തിൻ്റെ ഗന്ധമുള്ള ആ തണുത്ത കാറ്റ് ഇപ്പോഴും അവിടെ അലയുന്നുണ്ട്. തനിക്കുള്ള അടുത്ത ഇരയെയും കാത്ത് ആ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു സ്ത്രീയുടെ നേർത്ത കരച്ചിൽ കാറ്റിലിപ്പോഴും ഒഴുകി വരാറുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പ് പോലെ. ഉച്ചയ്ക്ക് ആരും അങ്ങോട്ട് ഒറ്റയ്ക്ക് വരരുത്. നിന്റെ രക്തവും അവൾ തേടുന്നുണ്ട്. അവൾക്ക് നിന്റെ പേരും അറിയാമായിരിക്കാം.